നമസ്തേ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്ഭുതങ്ങളെക്കുറിച്ചോ ആകസ്മികമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചോ അല്ല. ചില യാഥാർത്ഥ്യങ്ങൾ, പക്ഷേ അത് നമ്മുടെ മുന്നിലൊരു മറവിലായിരിക്കും. ആ യാഥാർത്ഥ്യത്തിനെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് നമ്മുടെ വീഡിയോകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കണ്ണ്, തേർഡ് ഐ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് പല ആളുകൾക്കും അത് സിക്സ്ത് സെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യം. എനിക്കങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അൺറിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ അതൊരു അത്ഭുതമോ അങ്ങനെ എന്തോ ഒരു സംഗതിയാണ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞു പോകുന്നതായിട്ടുള്ള ഒരവസ്ഥ. പക്ഷേ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ഒരു ശക്തി, മൂന്നാം കണ്ണ് എന്ന് പറയുമ്പം നമ്മൾ ഇത്തരത്തിൽ പുറത്തേക്ക് ഭൗതികമായിട്ടുള്ള യുക്തി കൊണ്ട്, ഭൗതികമായിട്ടുള്ള യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു യുക്തി കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ആത്മീയതയിലെ യുക്തിയെക്കുറിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു യുക്തി പ്രകാരം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഡീപ്പറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുകയാണ്. ഇതെനിക്കുമുണ്ട്. എൻ്റെ കണ്ണുകൾക്ക്, അല്ലെങ്കിൽ എൻ്റെ പുരുകങ്ങളുടെ തൊട്ടുമുകളിലായി എൻ്റെ തിരുനെറ്റി, അല്ലെങ്കിൽ നമ്മൾ പരമശിവൻ്റെയൊക്കെ ചിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു കണ്ണ്. യഥാർത്ഥത്തിൽ അത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണോ? നമുക്ക് എപ്പോഴും അനുഭവിക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് അത്ഭുതമായിട്ട് തോന്നില്ല. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ പുതിയതായിട്ടുള്ള ഒരു കണ്ടെത്തലായി മാറും ചിലപ്പോൾ ഈ മൂന്നാം കണ്ണ് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേർ, ഞാൻ മുൻപ് പല വീഡിയോകൾ മൂന്നാം കണ്ണിനെക്കുറിച്ചും അത് തുറക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ, അത് കൂടുതൽ ശക്തമായിട്ടുള്ള വ്യക്തികളുടെ ലക്ഷണങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പല വീഡിയോ ചെയ്യുമ്പോഴും ഒരിക്കലും അവസാനിക്കാത്തതായിട്ടുള്ള പല സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് പല ആളുകൾ, പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ധ്യാനം ചെയ്യുമ്പോൾ അങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് ചില സമയങ്ങളിൽ എൻ്റെ നെറ്റിയിൽ ഒരു തുടിപ്പ്, അല്ലെങ്കിൽ എനിക്കൊരു വൈബ്രേഷൻ, അല്ലെങ്കിൽ എനിക്ക് ഒരു മർദ്ദമൊക്കെ ഫീൽ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? എനിക്ക് കണ്ണടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ചില ചിഹ്നങ്ങൾ കാണുന്നു, ചില രീതിയിലുള്ള നിറങ്ങൾ കാണുന്നു, പ്രത്യേക രീതിയിലുള്ള പ്രകാശം കാണുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. യഥാർത്ഥത്തിൽ ഈ മൂന്നാമത്തെ കണ്ണിനെ വളരെ സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം നമ്മൾ ചെറിയ രീതിയിൽ ചിന്തിക്കുമ്പോൾ, ബട്ട് അത് നമുക്ക് അനുഭവസ്ഥമായിട്ട് മാറുന്ന ആ ഒരു അവസരം ഉണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കുമ്പം അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ അകക്കണ്ണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ കണ്ണ്. ഇനി കുറച്ചും കൂടി ഡീപ്പ് ആൻഡ് പ്യൂവർ, ശുദ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ കണ്ണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഭൗതികമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് ഏവരും പുറത്തേക്ക്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ലോകത്തിനെക്കുറിച്ച് പ്രകാശത്തിലൂടെ മനസ്സിലാക്കുന്ന സമയത്ത് ബ്രെയിൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ കണ്ണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ മൂന്നാമത്തെ കണ്ണ് എന്ന് പറയുമ്പം അവിടെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ, നമ്മുടെ ബ്രെയിനിനപ്പുറത്തേക്ക്, ബ്രെയിൻ അതിൽ നിന്നുള്ള കാര്യങ്ങൾക്ക് മീനിങ് കൊടുക്കുന്നു, ബട്ട് അവിടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു ലോകം, അപ്പുറത്തേക്കുള്ള ചിന്തകൾ. മൂന്നാം കണ്ണ് നമ്മൾ കണ്ണടച്ച് ഭാവന ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറത്തേക്ക് മൂന്നാം കണ്ണിൻ്റെ പ്രവർത്തനവും വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്നാം കണ്ണിൻ്റെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ധ്യാനവേളകളിൽ, പല സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ധ്യാനത്തിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലുമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. മൂന്നാം കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തുറവിയാണ്. നമ്മുടെ താഴെ ഭാഗത്തുള്ള ചക്രങ്ങളിൽ നിന്ന് കുണ്ടലിനി ശക്തി, അല്ലെങ്കിൽ നമുക്ക് കോസ്മിക് എനർജി എന്നോ പ്രാണികൂർജമെന്നോ എന്ത് വേണമെങ്കിലും പറയാം, അത് ഉയർന്നുയർന്ന് അതിനെ കൃത്യമായിട്ടുള്ള ഒരു അലൈൻമെൻറ്റിൽ അത് ഒരു ഫ്ലറിഷ് ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് അകക്കണ്ണ് തുറക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അന്തർജ്ഞാനം, അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ വളരെയധികം വർദ്ധിക്കുമെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ മൂന്നാം കണ്ണ് ഓപ്പണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാത്തത് കാണുകയാണ്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്, പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. നമ്മുടെ ബോധമണ്ഡല വികാസം, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ്, നമ്മൾ ആത്മീയ ഉണർവിലൂടെ പോകുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ളതും നമുക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചറിവുകളും വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മീയയാത്രയിൽ ഉയർന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ എലവേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് മൂന്നാമത്തെ കണ്ണ് എന്ന് പറയുന്നത്. ബുദ്ധിയുള്ള മനുഷ്യനെ നമുക്ക് സന്തോഷത്തോടെ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ബുദ്ധി, ബോധം എന്നൊക്കെ ഉള്ളത് വികസിക്കുന്നതിനനുസരിച്ച് ആദ്യകാലങ്ങളിൽ നമുക്ക് കുറച്ച് സഫറിങ് ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. എൻ്റെ ഉള്ളിലെ ചില ഇൻസ്റ്റിങ്ച്വൽ ആയിട്ടുള്ള തോട്ട്സ്, അത് ഈ മൂന്നാം കണ്ണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്വരം, ഇൻഡ്യൂഷൻ, ഇതിലേതാണ് യഥാർത്ഥത്തിലുള്ള ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ അന്തർജ്ഞാനം,
എൻ്റെ ഉള്ളിൽ വരുന്നതായിട്ടുള്ള ഇൻസ്റ്റിങ്സ് ആണോ ഇൻഡ്യൂഷൻ ആണോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥകളൊക്കെ വരും എന്നുള്ളതാണ്. പക്ഷേ മറ നീക്കി ഒരു ചന്ദ്രൻ മേഘങ്ങൾക്കിടയിലൂടെ തെളിഞ്ഞു വരുന്നത് പോലെ നമ്മുടെ അകക്കണ്ണ് തുറക്കുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് എ ന്യൂ ക്ലാരിറ്റി. നമുക്ക് ജീവിതത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുകയാണ്. മുൻപുള്ള വീഡിയോയിൽ ഞാൻ കർമ്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള കർമ്മം. അപ്പോൾ അവിടെ ഞാനൊരു ചോദ്യം, ആ ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്തിനാണ് ഞാനിവിടെ എന്നുള്ള ആ ഒരു ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരം മറ നീക്കി നമുക്ക് നൽകുന്നത് നമ്മുടെ മൂന്നാം കണ്ണിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ്. അതായത് ഈ ചോദ്യം ചോദിക്കുന്നതും ഇതിൻ്റെ ഉത്തരം ലഭിക്കുന്നതും നമ്മൾ കൃത്യമായിട്ടുള്ള കർമ്മപാതയിലൂടെ നടന്നു നീങ്ങുന്നതിലും ഒക്കെ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നു. ആ ഒരു ഗ്രോത്തൊക്കെ അറ്റൈൻ ചെയ്യുമ്പോഴും അതിൻ്റെ ബാക്കിൽ നടക്കുന്ന ഒരു സ്പിരിച്വൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഒരു സ്പിരിച്വൽ ടെക്നിക്കൽ പ്രോസസ്സ് തന്നെയാണ് ഈ മൂന്നാം കണ്ണിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്നാം കണ്ണെന്ന് പറയുന്നത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് എൻ്റെ ഉള്ളിൽ എൻ്റെ രണ്ട് കണ്ണുകൾ പോലെ തന്നെയുള്ള എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ അകക്കണ്ണാണ്. എനിക്കിതിനെ കൂടുതൽ ഷാർപ്പൺ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും, പ്രധാനമായിട്ടും ധ്യാനത്തിലൂടെയും. അതുപോലെ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു ചിട്ടയോടുകൂടി കൊണ്ടുപോകുന്ന സമയത്തും, നമ്മൾ പ്രകൃതിയുമായിട്ട് അടുത്ത് ഇടപഴകുന്ന സമയത്തും, നമ്മൾ റോങ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും ഒക്കെ മാറുന്ന സമയത്തും ഒക്കെ നമ്മുടെ ഈ മൂന്നാം കണ്ണിൻ്റെ ശക്തി അധികരിച്ച് വരുന്നത് കാണാനായിട്ട് സാധിക്കും. സകല മേഘങ്ങളെയും മറകളെയും നീക്കിക്കൊണ്ട് നമ്മുടെ മൂന്നാം കണ്ണ് പ്രഭയോടുകൂടി ആകുന്ന സമയത്ത് ഭൗതിക നേത്രങ്ങൾ കൊണ്ട് നമ്മൾ മറ്റൊരു വ്യക്തിയെ നോക്കുകയാണെങ്കിൽ പോലും അയാളുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ നോട്ടം ചെല്ലുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ആ വ്യക്തിക്കുണ്ടാകുമെന്നുള്ളതാണ്. ചില വ്യക്തികൾക്ക് കണ്ണുകൾക്കിടയിൽ ഒരു സമ്മർദ്ദം ഫീൽ ചെയ്യുന്നു. കണ്ണുകൾ എന്ന് പറയുമ്പോൾ ഈ കണ്ണിൻ്റെ ഉള്ളിലല്ല, ഈ നെറ്റിയുടെ ഈ ഒരു ഭാഗത്തായിട്ട്, ഒരു തിരുനെറ്റിയുടെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു സമ്മർദ്ദം ഫീൽ ചെയ്യുകയാണ് ബിറ്റ്വീൻ ഐബ്രോ, ഒരു ഏകദേശം ഒരു 1 സെൻറ്റിമീറ്റർ എബോവായിട്ടുള്ള ആ ഒരു ഭാഗത്ത്. ചില ആളുകൾക്ക് ഒരു വൈബ്രേഷൻ ആയിരിക്കും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചില ആളുകൾക്ക് അവിടെ ഒരു സ്പന്ദനമായിരിക്കും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും അവിടെ ഒരു സെൻസേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എനർജി കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എനർജിയുടെ കൂടുതലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഭൗതികമായിട്ടുള്ള ഒരു കാരണം കൊണ്ടല്ല, അത് നമ്മളെ മറ്റു രീതിയിലൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ തേർഡ് ഐയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒരു പരിണിത ഫലമാകാനായിട്ടുള്ള ഒരു എഫക്റ്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ധ്യാനത്തിൻ്റെ ഇടയിൽ വെളിച്ചത്തിൻ്റെ തിളക്കം, പ്രഭ അല്ലെങ്കിൽ നിറങ്ങൾ അല്ലെങ്കിൽ ജ്യോതി അനുഭവപ്പെടുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. അപ്പം അത് നിറങ്ങൾ ഒഴുകി വരുന്നത് പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ നിറങ്ങൾ ഒഴുകി വന്ന് ഏതെങ്കിലും ഒരു രൂപാന്തരം പ്രാപിക്കുന്നത് പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ നിറങ്ങളുടെ മറ നീക്കി കൂടുതൽ പ്രഭയാർന്നതായിട്ടുള്ള ഒരു കാഴ്ച നമ്മുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കാം. ഇനീഷ്യൽ തേർഡ് ഐ ഓപ്പണിങ്ങിൻ്റെ സമയത്തുണ്ടാകുന്നതായിട്ടുള്ള ഒരു രണ്ടാമത്തെ ഘട്ടത്തിലുണ്ടാകുന്നതായിട്ടുള്ള അനുഭവങ്ങളാണിത്. നേരത്തെ പറഞ്ഞ സ്പന്ദനങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആരംഭമാണ്. ആ സമയത്ത് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഉത്തരം ലഭിക്കുന്നത് ആർക്കാണ്? കൂടുതലായിട്ട് ഇതിനെ എക്സ്പ്ലോർ ചെയ്യുന്ന വ്യക്തികൾക്ക് തന്നെയാണ്. കാരണം ആ പ്രകാശത്തിനെ വീണ്ടും കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ, കാണാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള സെൻസേഷൻസ് വീണ്ടും അനുഭവിക്കുമ്പോൾ അതിൻ്റെ സത്യം എന്താണ് എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് അതിനെ പിന്തുടരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാര്യങ്ങൾ മറനീക്കി വരും എന്നുള്ളതാണ്. സത്യം അല്ലെങ്കിൽ വെളിച്ചം എന്നുള്ളത് ആ വ്യക്തിയുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുമെന്നുള്ളതാണ്. ഈ സമയത്താണ് നമ്മൾ മൂന്നാം കണ്ണ്, നമ്മളിപ്പം ഒരു കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. നമ്മൾക്കൊരു സുപ്രഭാതത്തിൽ നീണ്ടുനിന്ന ചികിത്സയിലൂടെ പതുക്കെ കാഴ്ച ലഭിക്കുന്നു. ഇപ്പം നിങ്ങൾ ഗുരു എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഗുഹയിൽ കഴിയുന്ന, ഇരുട്ടിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് ചെറിയൊരു സുഷിരം വരുന്ന സമയത്ത് തന്നെ അതിൽ കൂടെ പ്രകാശം കടന്നു വരുമ്പം അതുവരെ ഇരുട്ട് മാത്രം കണ്ട വ്യക്തികൾ വളരെ ചെറുതായിട്ടുള്ള പ്രകാശത്തിൻ്റെ അംശങ്ങൾ കാണുന്ന സമയത്ത് അവർക്ക് പ്രത്യേകമായിട്ടുള്ള അനുഭൂതികളും അനുഭവങ്ങളും ഉണ്ടാവുകയാണ്. ചിലർ ഭയക്കുന്നു, ചിലർ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ചില ആളുകൾ അതിനെ ആസ്വദിക്കുന്നു. അപ്പോൾ പതിയെ ഈ ആദ്യ കിരണങ്ങൾ പിന്നീട് ആ ഗുഹയുടെ കല്ലുകൾ പൊളിയുന്ന സമയത്ത് പുറത്തേക്കുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയായിട്ട് മാറുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയാണിത്. അതായത് ആദ്യം നമ്മൾ കാണുന്നതായിട്ടുള്ള ഈ സ്പന്ദനങ്ങളും ഈ പ്രകാശങ്ങളും നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരുന്നതായിട്ടുള്ള ചോദ്യങ്ങൾക്കും ഒക്കെ ഉത്തരമായിക്കൊണ്ട് നമ്മൾ കൂടുതൽ ധ്യാനിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, കൂടുതൽ ആത്മീയ അന്വേഷണങ്ങൾ നടത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, കർമ്മപാതയിലൂടെ കൃത്യമായിട്ട് നടന്നു പോകാനായിട്ട് ശ്രമിക്കുന്ന കർമ്മയോഗികളെ സംബന്ധിച്ചിടത്തോളം, മാനുഷിക ബന്ധങ്ങളെ അതിൻ്റെ മൂല്യത്തിൽ
കാത്തുസൂക്ഷിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, എത്തിക്സ്, മൊറാലിറ്റി, വാല്യൂസ് ഇതിൻ്റെയൊക്കെ പാതയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, മനസാക്ഷിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അന്തർജ്ഞാനത്തിനെ കൂടുതൽ കൂടുതൽ കേൾക്കും തോറും അത് വർദ്ധിച്ചു വരുന്നു. അതിനെ കൂടുതൽ കൂടുതൽ കേൾക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർ മനോഹരമായിട്ടുള്ള കാഴ്ചയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ തേർഡ് ഐ എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്ത് പോലും കണ്ണടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഭാവനാത്മകമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പോർട്ടൽ പോലെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനാവുകയും മറ്റ് ലോകങ്ങളിലേക്കുള്ള ആക്സസ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു, വിത്തൗട്ട് യൂസിങ് എനി കൈൻഡ് ഓഫ് ഫിസിക്കൽ സബ്സ്റ്റാൻസസ്. ഭൗതികമായിട്ടുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ച് പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അത് മിഥ്യയാണ്, തെറ്റായിട്ടുള്ള വഴിയാണ്. ആ ഒരു പാതയിലൂടെ പോവുകയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ അതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള മൂന്നാം കണ്ണ് നമുക്കുണ്ട്. നമുക്ക് എത്രയധികം അത്ഭുതങ്ങൾ നൽകുവാനും ആസ്വാദികരമായിട്ടുള്ള അവസ്ഥകളിലൂടെ നമ്മളെ കൊണ്ടുപോകാനും ഒക്കെ ഈ മൂന്നാം കണ്ണ് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. കേവല നിറങ്ങളും പ്രകാശവും മാറി മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് അത് നമ്മളെ നയിക്കുന്നു. നമ്മൾ കാണുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ കൂടുതൽ യാഥാർത്ഥ്യം പോലെയാകുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ, കൂടുതൽ പ്രവചനാത്മകമായിട്ടുള്ള സ്വപ്നങ്ങൾ, കൂടുതൽ നമുക്ക് സന്ദേശങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ, നെഗറ്റീവായിട്ടുള്ളതും കൺഫ്യൂസിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെളിവായി തരുന്നതായിട്ടുള്ള അവസ്ഥകൾ, ഇതൊക്കെ മൂന്നാം കണ്ണിന് ശക്തി പ്രാപിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നതായിട്ടുള്ള അനുഭവങ്ങളാണ്. ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ മാത്രമല്ല, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിനെ നമുക്ക് പല മേഖലകളിലൂടെ സഞ്ചരിപ്പിക്കാനായിട്ട് സാധിക്കുകയാണ്. നമ്മൾ ധ്യാനവേളയിൽ ഇരിക്കുന്ന സമയത്ത്, നാം കണ്ണുകൾ അടച്ചിരിക്കുന്ന സമയത്ത്, നമ്മുടെ മൂന്നാം കണ്ണ് ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു തുറവിയുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാകുകയാണ്. ആ തുറവിയിലൂടെ നമുക്ക് മഞ്ഞ് മൂടിയതായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ പറന്നുപോയിക്കൊണ്ട് മനോഹരമായിട്ടുള്ള നിബിഡമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ വനങ്ങളുടെ തണുത്ത അന്തരീക്ഷത്തിലൂടെ പറന്നുപോയിക്കൊണ്ട് ആ വനത്തിലെ മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെയും ആ മരങ്ങളുടെ ഇടയിലൂടെയും അതിൻ്റെ വേരുകൾക്കിടയിലൂടെയും പോലും സഞ്ചരിച്ചുകൊണ്ട് പല രീതിയിലുള്ള മൃഗങ്ങളെയും ജീവികളെയും പക്ഷികളെയും ഒക്കെ കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ബഹിരാകാശത്തേക്കും അനന്തമായിട്ടുള്ള ഭൗതികവും ആത്മീയവുമായിട്ടുള്ള മണ്ഡലങ്ങളിലേക്കും തലങ്ങളിലേക്കും ഒക്കെയുള്ള കാഴ്ചകൾ നമുക്ക് തരാനായിട്ട് ഈ മൂന്നാം കണ്ണ് നമ്മളെ സഹായിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് അനുഭവമായി തീരുകയാണ്. നമ്മുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻസ് ഓർഗനാണ് നമ്മുടെ കണ്ണുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാം എന്ന് പറയുന്ന ഭൗതിക വ്യക്തിക്കപ്പുറത്തേക്ക് നാം എന്ന് പറയുന്ന ആത്മീയ ജീവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻസേഷൻ നൽകുന്നതായിട്ടുള്ള ഒരു സെൻസേഷൻ എന്നതിന് പറയാൻ സാധിക്കില്ല, അത് ഭൗതികതയ്ക്ക് അപ്പുറത്തുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും അത്തരത്തിലൊരു തുറവി നൽകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മൂന്നാം കണ്ണ് എന്ന് പറയുന്നത്. അത് തുറക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തല തുറന്നതുപോലെ, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള സത്യങ്ങൾ നമുക്ക് മനസ്സിലാകുകയാണ്, ത്രികാല ജ്ഞാനം നമുക്ക് ലഭിക്കുകയാണ്, ലോകത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്, മറ്റുള്ള വ്യക്തികളുടെ ഇംഗിതങ്ങളെക്കുറിച്ചും അവരുടെ ഉള്ളിലിരിപ്പുകളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഹാലൂസിനേഷൻ, ഇല്യൂഷൻ, ഡെല്യൂഷൻ അപ്പുറത്തേക്ക് വാട്ട് ഈസ് ഹാലൂസിനേഷൻ, വാട്ട് ഈസ് ഇല്യൂഷൻ, വാട്ട് ഈസ് ഡെല്യൂഷൻ, ഇതൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വിത്തൗട്ട് എനി കൺഫ്യൂഷൻ നമുക്ക് നമ്മുടെ കർമ്മ മേഖലയിൽ നമുക്കും മറ്റുള്ളവർക്കും ഗുണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള വഴി കാണിച്ചു തരുന്നതും ഈ തുറവിയുടെ മൂന്നാമത്തെ കണ്ണ് തന്നെയാണ്. നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയ യാത്രയെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളെ വഴി കാണിക്കുന്നതും ഈ മൂന്നാം കണ്ണ് തന്നെയാണ്. ഈ മൂന്നാം കണ്ണ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഭൗതികമായിട്ടുള്ള നേത്രങ്ങൾക്ക് കാഴ്ചയില്ലാത്ത വ്യക്തികൾ എന്നോ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കുറവുകളോ മറ്റ് വ്യത്യസ്തതകളോ ഉണ്ട് എന്നുള്ള അവസ്ഥകൾക്കൊക്കെ അപ്പുറത്തേക്ക് എല്ലാ വ്യക്തികൾക്കും ഉള്ളതായിട്ടുള്ള ഒരു സംഗതി കൂടിയാണിത്. പലരും പറയുന്നു എനിക്ക് ദർശനങ്ങൾ ലഭിച്ചു എന്ന്. ഈ ദർശനങ്ങൾ ലഭിക്കുന്നത് അത്രയും ഈ മൂന്നാം കണ്ണ് വഴിയാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ദർശനങ്ങൾ സാധ്യമാണ് എന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾ ഇത്തരത്തിലുള്ള ചില സിദ്ധികളുള്ള ആളുകളെ അന്ധമായിട്ട് പിന്തുടരുന്നു. അപ്പോൾ വ്യാജന്മാരുടെ പുറകെ പോകാനുള്ള സാധ്യതയും വളരെ അധികമാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ മൂന്നാം കണ്ണ്, നമ്മുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ അന്തർജ്ഞാനം,
അതുപോലെ തന്നെ നമ്മുടെ മനസാക്ഷി ഈ കാര്യങ്ങൾ ചേർന്നുകൊണ്ട് കൃത്യമായിട്ട് നമ്മളെ ജീവിതത്തിൽ വഴി നടത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ രഹസ്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മൾ എത്തേണ്ടതായിട്ടുള്ള ഏറ്റവും നല്ല അവസ്ഥയുമൊക്കെ നമ്മുടെ ആത്മാവിലാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അത് മറ്റൊരുവിൻ്റെ ഗൈഡൻസിന് അപ്പുറത്തേക്ക് ദൈവികമായിട്ട് നേരിട്ടുള്ളതായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്ന സമയത്താണ് അത് കൂടുതൽ മനോഹരമായിട്ട് നമുക്ക് ഈ ജന്മത്തിൽ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നത്. മൂന്നാം കണ്ണ് ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തലയുടെ ഭാരം കുറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തുറവി പോലത്തെ അനുഭവം, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞതുപോലെ, നമ്മുടെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും, അല്ലെങ്കിൽ ചില വ്യക്തികൾ നമ്മളോട് ദേഷ്യപ്പെടും, നമുക്ക് ദേഷ്യം വരും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ വളരെ ഈസി ആയിട്ട് തരണം ചെയ്ത് പോകാനായിട്ട് മൂന്നാം കണ്ണിലേക്ക് ചെറിയൊരു ആക്സസ് കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ആരംഭദശയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുന്തോറും വ്യക്തത വർദ്ധിച്ചു വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എൻലൈറ്റൻഡ് മാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഋഷിവര്യന്മാരും വിശുദ്ധരുമൊക്കെ വളരെ ശാന്തമായിട്ടുള്ളതും വളരെയധികം ലക്ഷ്യബോധത്തോടു കൂടിയുള്ളതും അവർ ഇറസിസ്റ്റിബിളാണ്. അവർക്ക് വളരെ ശക്തമായിട്ട് അവരുടെ പേഴ്സണാലിറ്റിയും കർമ്മത്തിനെയും സമൂഹത്തിൻ്റെ മുന്നിൽ കൊടുക്കാനും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ മൂന്നാം കണ്ണിൻ്റെ വെളിച്ചം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച്. പല വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത് പോലെ ആത്മീയമായിട്ട് ഉയരുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള സിങ്ക്രോണിസിറ്റീസ് ഒക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇൻഡ്യൂഷൻ, സിങ്ക്രോണിസിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ മുൻപ് പറഞ്ഞതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക മാത്രമാണ്. ആളുകളുടെയും വസ്തുക്കളുടെയും ചുറ്റിനുള്ള സബ്റ്റിലായിട്ടുള്ള എനർജി ഫീൽഡിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ തേർഡ് ഐ ഓപ്പണിംഗ് വളരെ അകലത്തിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഓറ അല്ലെങ്കിൽ സബ്റ്റിലായിട്ടുള്ള എനർജി ഫീൽഡിനെയൊക്കെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും അതിലേക്കൊരു കോളുള്ള ആളുകൾക്കാണ് ഇത് മനസ്സിലാക്കാനും അനുഭവിക്കാനായിട്ടും സാധിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ വ്യക്തികളും എത്തിച്ചേരും, പക്ഷേ സമയം വ്യത്യസ്തമാണെന്ന് മാത്രം. ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ജന്മങ്ങളോ എടുത്തേക്കാം. ശാന്തമായിട്ടുള്ള മനസ്സ്, ദീർഘമായിട്ടുള്ള ഏകാഗ്രത, നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ വർദ്ധിക്കുകയാണ്, നമ്മുടെ ഫോക്കസ് വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനും കൂടുതൽ ക്രിയേറ്റീവായിട്ട് മാറുവാനായിട്ടും ഒരുവിധം എല്ലാ കാര്യങ്ങളും സൃഷ്ടിപരമായിട്ട് നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിനെ എത്രമാത്രം ക്ലാരിറ്റിയോടുകൂടി കാണുന്നോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടു പോകും. എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ ഒരു ആയുധമാക്കിക്കൊണ്ടും ചവിട്ടുപടിയാക്കിക്കൊണ്ടും നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ടും സാധിക്കും. കാരണം മൂന്നാം കണ്ണ് എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് അല്ല. അതിനപ്പുറത്തേക്കുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പം നമ്മുടെ ഈ ജീവിതത്തിനെ തന്നെ പല ആംഗിളുകളിൽ നിന്ന് നോക്കിക്കാണാനായിട്ട് സാധിക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിത്വം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതായി മാറുകയും ചെയ്യുകയാണ്. ധ്യാനത്തിലും അല്ലെങ്കിൽ പ്രാർത്ഥനയിലുമൊക്കെ ഡിവൈൻ ഗൈഡൻസ് അനുഭവപ്പെടും എന്നുള്ളതാണ്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്തു ചെയ്യണം അല്ലെങ്കിൽ ഒന്നും ചെയ്യണം എന്നുള്ള സന്ദേശം കിട്ടിയില്ലെങ്കിൽ പോലും ധൈര്യപൂർവ്വം അവിടെ നിൽക്കുവാനായിട്ടൊക്കെയുള്ള സ്റ്റെബിലിറ്റി ആൻഡ് കാംനെസ് നമ്മൾ മൂന്നാം കണ്ണ് ഓപ്പൺ ആകുന്നതിലൂടെ കൈവരിക്കുകയാണ്. പ്രധാനമായിട്ടും ധ്യാനത്തിലൂടെ പോകുന്ന സമയത്ത് മൂന്നാം കണ്ണ് കൂടുതൽ ശക്തിപ്പെടുന്നു, അതിനെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. വൺസ് അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ധ്യാനത്തിലൂടെയുള്ള എഫേർട്ട് ആവശ്യമില്ലാതെ തന്നെ ഓൾ ടൈം നമ്മുടെ കൂടെ ഓപ്പണായിട്ട് ഈ മൂന്നാം കണ്ണുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബോധമണ്ഡല വികാസം പ്രാപിച്ചിട്ടുള്ള ആളുകൾ, ജ്ഞാനോദയം കിട്ടിയവർ എന്നൊക്കെ വിളിക്കുന്നത്. വിത്തൗട്ട് ക്ലോസിങ് ദെയർ ഐസ്, കണ്ണുകൾ അടച്ചില്ലെങ്കിൽ പോലും അവർക്ക് ആ മൂന്നാം കണ്ണ് ഓൾറെഡി ആക്സസ്ഡ് ആണ്. അവർ മറ്റൊരു ആത്മീയ മണ്ഡലവുമായിട്ട് അല്ലെങ്കിൽ അതർ വേൾഡുമായിട്ട് കണക്റ്റഡ് ആണ്. ദേ നോ എവരിത്തിങ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ യാത്രയിൽ മൂന്നാം കണ്ണിനെ കുറിച്ച് ഒരുപക്ഷെ കുറച്ചു പേരെങ്കിലും ഇതിനു മുൻപ് കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മറ്റൊരു ആംഗിളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ ഡെലിവർ ചെയ്തു എന്ന് എനിക്കൊരു അവബോധം തോന്നുകയാണ് ഇത് പറഞ്ഞ് സമാപിക്കുന്ന സമയത്ത്. നമുക്ക് വരാനിരിക്കുന്ന വീഡിയോകളിൽ കാണാം. നിങ്ങളുടെ കമൻറ്റുകൾക്ക് എല്ലാത്തിനും ചിലപ്പോൾ മറുപടി നൽകാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിലും പലതും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനനുസരിച്ച് കൂടുതൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറയാനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിൻ്റെ ഗൈഡൻസിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഭവിക്കുവാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ അനുവദിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.